എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ വൈശാഖ മഹാത്മ്യ സമ്പൂർണ്ണ പാരായണം ആരംഭിക്കുകയാണ്. ഇന്ന് കടലായി ശ്രീകൃഷ്ണ ഭഗവാന് കളഭചാർത്താണ്. കളഭചാർത്തോട് കൂടിയിട്ട് സമ്പൂർണ്ണവും പാരായണവും ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് സമ്പൂർണ്ണ പാരായണം വെച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വന്നിവിടെ പാരായണം ചെയ്യാൻ കഴിയാത്തവർക്ക് ഈ സമ്പൂർണ്ണ പാരായണത്തിൽ പങ്കെടുത്താൽ എല്ലാ പാരായണവും തീർത്ഥമാതിരി ഉണ്ടാകും. അതുകൊണ്ട് പിന്നീട് എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും പാരായണം ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഇതിൻ്റെ ഫലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം. വൈശാഖ മാസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ മാസമാണ് ഈ മാസം. മാധവനെ പൂജിക്കുന്നതും മാധവമാസം എന്നറിയപ്പെടുകയാണ് ഈ മാസം. ഭഗവാനെ പൂജിക്കുന്നതും ഭഗവാന് പ്രാർത്ഥനകൾ ചെയ്യുന്നതും എല്ലാവർക്കും ഭഗവാൻ എന്ന് കരുതി മറ്റുള്ളവർക്ക് എല്ലാവർക്കും ദാനങ്ങളും ധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതും വെള്ളം, അന്നം ഇവയൊക്കെ നൽകുന്നത് അത്യുത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് വൈശാഖ മഹാത്മ്യ സമ്പൂർണ്ണ പാരായണം ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിശ്രീ ഗണപതേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുധാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു ഉത്തമ കിളി പെണ്ണെ ശുദ്ധമാനസേ ബാലേ. പുത്തന്തേൻ പഴ പഞ്ചസൗനില നീരും കൗതുകത്തോടു ഭുജിച്ചു വസിക്കനീ. മുടരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളി പേടയും കുതൂഹലമാവണ്ണം മുര ചെയ്തു. വാരണമുഖനുമാ വല്ലഭാത്മജം വിഘ്നവാരണം ഭജിക്കുന്നേൻ മനസാ സദാകാലം. ഭാരതീ ദേവി ഗൗരി താരിൽ മാനിനി ഗംഗ സാരസ ഭവമുഖ സാരസ നിവാസിനി. വാരിജമുഖി മമ മാനസമായിടുന്ന വാരിജം തന്നിൽ തെളിഞ്ഞെപ്പോഴും വസിക്കേണം. സൽഗുണനിധികളാ മൽഗുരുഭൂതരുടെ തൃക്കഴലനാരദം ഭക്ത്യാ ഞാൻ ഭജിക്കുന്നേൻ. ദേവഗീതനയനും മാമുനി കദംബവും ദേവവൃന്ദവും മഹാദേവനും വിരിഞ്ചനും സർവദേവതകളും സജ്ജനങ്ങളും എന്നെ സർവകാലവും അനുഗ്രഹിപ്പാൻ വന്നിക്കുന്നേൻ. സൂര്യാമാതി ഗുരുഭൂതനാമൻ മാതുലൻ കാരുണ്യമോടു വന്നിക്കുന്നേൻ. ചൊൽക്കൊള്ളും ബാലി പ്രതിഷ്ഠേശ്വരാരയേമേവും വിഖ്യാതൻ നാരായണനായ പണ്ഡിത ശ്രേഷ്ഠൻ. മൽഗുരുവരൻ പദം ദേവപാദമോപമ ഉൾക്കുരുന്നിങ്കൽ വിലസിടുവാൻ വന്നിക്കുന്നേൻ. പത്മാവല്ലഭനാദി പത്മസംഭവാനന പത്മത്തിലുളവായ വിപ്രന്മാരുടെ പദ പത്മസഞ്ജയം മമ മാനസമായിടുന്ന പത്മത്തിൽ അനാരദം വസിപ്പാൻ വന്നിക്കുന്നേൻ. വേദങ്ങൾ തന്നിൽ മറഞ്ഞിരിക്കും ആദിനാഥൻ വേദബ്രാഹ്മണരുടെ ഹൃദയെ വസിക്കുന്നു. വേദിയലിവരോർത്താൽ ഈശ്വര വിഗ്രഹന്മാർ ഭേദമുണ്ടെന്നു തോന്നും അജ്ഞാനചിത്തന്മാർക്ക്. സ്നേഹവർത്തികളേറ്റം ഉണ്ടായാലത്ര ശോഭ മോഹദീപങ്ങൾക്കു വർദ്ധിക്കും അതുപോലെ. തപസ്സു ചെയ്ക മൂലം താപസരാകും ഇവൻ ശപിപ്പാനുണ്ടു ശക്തി വരവും കൊടുത്തിടും. അത്ര മാഹാത്മ്യമുള്ളോ മേദിനി സുരവംശം നിത്യവും അനുഗ്രഹിച്ചിടുവാൻ വന്നിക്കുന്നേൻ. അതിബാലകനുടെ വചനം കേട്ടാലുള്ളിൽ കുതുകമുണ്ടായി വരും ജനകാദികൾക്കെല്ലാം. അതിമൂഢത തേടും എന്മൊഴി കേട്ടാലേവം
മതിമാന്മാർക്കു കുതൂഹലമായി വരേണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. തന്നിൽ കിടന്നിടുന്ന രത്നാദികൾ വിദ്രുതം ധരിച്ചെടുക്കുമതുപോലെ ബാധിതനായുള്ളവൻ ഔഷധം സേവിക്കുമ്പോൾ സാധുതൻ ചിന്തമല്ല ചിന്തിതം രോഗഹരം എന്നതുപോലെ ഭക്തരി കഥ ചെവി കൊണ്ടു നന്നായിട്ട് അനുഗ്രഹം നൽകുവാൻ മടിയാതെ കേട്ടുകൊള്ളുവീനെങ്കിൽ ശൗനകാദികൾ മുന്നം വാട്ടമെന്നിയേ സുതൻ തന്നോട് ചോദ്യം ചെയ്താൽ ചൊല്ലിനി മാധവ മാഹാത്മ്യങ്ങൾ അല്ലലെല്ലാമേതിരും നിൻമൊഴി കേട്ടാലിടോ. ഇങ്ങനെ മഹാമുനിമാരുടെ വാക്യം കേട്ടു പൊങ്ങിനെ മോദം കൊണ്ട് പുഞ്ചിരി പൂണ്ടുമന്തം വന്യനാം സുതൻ നിജ ഗുരുത്വം വ്യാസൻ തന്നെ വന്ദനം ചെയ്തു ഭക്ത്യാ പറഞ്ഞു തുടങ്ങിനാൻ. നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്തതുപോലെ മുന്നം അംബരീഷനാം നൃപൻ നാരദ മുനിയോട് ചോദിച്ച നേരം മുനി മന്ദഹാസവും ചെയ്തു.